വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനാണ് ഹാദിയ ഫിർദൗസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫേസ് റിവീലിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്നത്തെ വീഡിയോന്റെ അടിയിൽ കമന്റ് ഇടുന്ന ഒരാൾക്ക് നമ്മളൊരു അടിപൊളി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളതെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്നെ പരിചയപ്പെടാം. എൻ്റെ പേര് ഹാദിയ ഫിർദൗസ് എന്നാണ്. നമ്മുടെ ചാനലിൽ ക്രാഫ്റ്റും അതുപോലെ തന്നെ ഹെയർ കെയർ വീഡിയോസും പിന്നെ ചെറിയ ചെറിയ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് നമ്മൾ ഇടാറുള്ളത്. പിന്നെ ഇപ്പോഴാണ് നമ്മൾ ഫേസ് റിവീലിംഗ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫേസ് റിവീൽ ചെയ്തിട്ടുള്ള ആദ്യത്തെ വീഡിയോ. പിന്നെ എൻ്റെ വീട് തൃശ്ശൂർ ചന്ദ്രാപ്പിന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 പേരാണുള്ളത്. ഞാൻ, വാപ്പി, ഉമ്മ, അനിയത്തി, ഞങ്ങൾ 4 പേര്. അപ്പോൾ കുറച്ച് പേർക്ക് കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊക്കെ. എൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞതാണ്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് 1 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അക്കൗണ്ടന്റ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ യൂട്യൂബ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഇപ്പോൾ വേറെ പഠിക്കുന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ ചാനലിൽ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ടേ നമ്മൾ ഫേസ് റിവീലിംഗ് ചെയ്യുള്ളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഫേസ് റിവീലിംഗ് ചെയ്തതെന്നുള്ളതിൻ്റെ റീസൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ക്യാമറ നോക്കിയിട്ട് സംസാരിക്കാനുള്ള കോൺഫിഡൻസിക്ക് ഒട്ടുമില്ല. അപ്പോൾ കോൺഫിഡൻസ് വരാനായിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിച്ചാൽ മതിയാവും, അല്ലാണ്ട് കോൺഫിഡൻസ് ഒന്നും വരാൻ പോണില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെതായ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കുറച്ച് ഓവറായിട്ടൊക്കെ തോന്നാം. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. സത്യം പറഞ്ഞാൽ ഫേസ് റിവീലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കണ്ടന്റ് എടുക്കുമെന്നായിരുന്നു ആദ്യത്തെ കൺഫ്യൂഷൻ. വേറെ ഒന്നുമല്ല, ഞാൻ ആദ്യം Q&A ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ Q&A നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി Q&A ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ ഓടിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വേറെ കണ്ടന്റ് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് 2-3 കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുണ്ട്. അപ്പോൾ അത് സംസാരിക്കുന്ന സമയത്ത് ഫേസ് റിവീലിംഗ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഫേസ് റിവീലിംഗ് ചെയ്തതെന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ 1 lakh സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞ് പ്ലേ ബട്ടൺ ഒക്കെ കൊണ്ടുവന്ന് നിങ്ങളെ കാണിച്ചിട്ടേ ഫേസ് റിവീലിംഗ് ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ചെറിയൊരു മാറ്റമുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോക്ക് ഡെയിലി കമന്റ് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ഫേസ് റിവീലിംഗ് ചെയ്യോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വ്ളോഗ്സ് ഒക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഫേസ് കാട്ടിയിട്ടുള്ള വ്ളോഗ്സ് എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഫേസ് കാട്ടിയിട്ടുള്ള വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഒരു ഫേസ് റിവീലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ വ്ളോഗ്സ് ഒക്കെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ റമദാൻ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് തന്നെ ഫേസ് റിവീലിംഗ് വീഡിയോ ഇട്ടത്. നമ്മളങ്ങനെ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ടേ ഫേസ് റിവീൽ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തൊന്നും എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഫേസ് റിവീലിംഗ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുള്ള എല്ലാവരും ഹാപ്പി ആയി ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ അടുത്ത കാര്യം പറയാനുള്ളത് നമ്മുടെ ഗീവ് അവേനെ പറ്റിയിട്ടാണ്. കാരണം കുറേ പേര് നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് ഗീവ് അവേ എന്തായി, ഗീവ് അവേയുടെ വിന്നർക്ക് ഗിഫ്റ്റ് കൊടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഗിഫ്റ്റ് കാണിച്ചു തരുമോ, അങ്ങനെ കുറേ കമന്റ്സ് വരാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഗീവ് അവേയുടെ വിന്നർക്ക് ഇതുവരെ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഗീവ് അവേയുടെ വിന്നറിനെ അനൗൺസ് ചെയ്ത വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിന്നർ എന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്ന്. ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മെയിൽ ID കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെയും നമ്മുടെ ഗീവ് അവേയുടെ വിന്നർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗീവ് അവേയുടെ അപ്ഡേറ്റ്സ് ഒന്നും നിങ്ങളെ അറിയിക്കാത്തത്. അപ്പോൾ വിന്നർ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളെ ഗീവ് അവേയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഗീവ് അവേയുടെ വിന്നർ എന്നെ കോൺടാക്ട് ചെയ്യാണ്ടിരുന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് വിന്നറിനെ ജസ്റ്റ് ഒന്ന് മാറ്റിയാലോ എന്ന് വിചാരിച്ചു. കാരണം 1 മാസം ഒക്കെ കഴിഞ്ഞ് നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്തിട്ട് ഇതുവരെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല.
പിന്നെ ഞാൻ വിചാരിച്ചു വിന്നർ ആയത് ആ കുട്ടി അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും വിന്നർ ആയെന്നുള്ള സന്തോഷത്തിൽ ഇരിക്കുകയായിരിക്കുമല്ലോ. പിന്നെ കുട്ടിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാരൻസ് ഒക്കെ ചിലപ്പോൾ ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും മെസ്സേജ് അയക്കാൻ പറ്റാത്തതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഗീവ് അവേയിൽ വിന്നർ ആയിട്ടുള്ള ആള് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞിട്ടായാലും മതി, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വിന്നർ എപ്പോഴും നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും താഴെ കമൻ്റ് ഇടുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കമൻസ് ഒന്നും കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എക്സാം ആയതുകൊണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗീവ് അവേയുടെ വിന്നറിനെ മാറ്റാത്തത് കേട്ടോ. ആ കുട്ടി തന്നെയാണ് നമ്മുടെ ഗീവ് അവേയുടെ വിന്നർ. അതുപോലെ തന്നെ ഗീവ് അവേയിൽ കുറച്ചധികം പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ മെസ്സേജും കമൻസും ഒക്കെ. അപ്പോൾ വിന്നർ ആവാൻ പറ്റാത്തവർ ആരും വിഷമിക്കേണ്ട. നമ്മൾ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെങ്കിൽ ഇൻഷാല്ലാ അടിപൊളി ഗീവ് അവേ നടത്താനായിട്ട് പ്ലാൻ ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 10 പേർക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി ഉണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഗീവ് അവേനെ പറ്റിയിട്ടൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയി ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്നലെ ഞാൻ ഒരു പ്രാവശ്യം ജസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിൽ നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഒരു അപാകത. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ഒരു പ്രാവശ്യം കൂടെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പിന്നെയും അതുപോലെ തന്നെ വന്നിരുന്ന് ഷൂട്ട് ചെയ്യാണ്. പിന്നെ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അതായത് നമ്മുടെ ചാനലിൽ ക്രാഫ്റ്റ് അല്ലാണ്ട് ഞാനൊരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 30 ദിവസത്തെ ചാലഞ്ചാണ്. അപ്പോൾ ഏകദേശം ഒരു 8 ദിവസത്തെ വീഡിയോസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫേസ് റിവീലിംഗ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റിന്റെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ക്രാഫ്റ്റിന്റെ വീഡിയോസ് ആണോ അതോ ഹെയർ ഗ്രോത്ത് വീഡിയോസ് ആണോ അല്ലെങ്കിൽ വ്ളോഗ്സ് ആണോ കാണാൻ താല്പര്യം എന്നും കൂടെ കമന്റിൽ പറയാം. അപ്പോൾ ആദ്യമായിട്ട് ക്യാമറയെ നോക്കി സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഇൻഷാല്ലാ നമ്മൾ മറ്റന്നാൾ ഒരു അടിപൊളി വ്ളോഗായിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഒക്കെ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനി എവിടെയെങ്കിലും പുറത്ത് വെച്ച് കാണുകയാണെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞാൻ പെട്ട കഷ്ടപ്പാടിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.